ഇപ്പോൾ പലരും കമൻസിലാണെങ്കിലും പേഴ്സണൽ മെസ്സേജിലാണെങ്കിലും ചോദിക്കുന്ന കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എവിടെ പോയി. അത് 2.5 മില്യൺ ഫോളോവേഴ്സ് ഉള്ള നമ്മുടെ അക്കൗണ്ട് അങ്ങനെ പോയിരിക്കുകയാണെന്ന് സന്തോഷത്തോടെ പറഞ്ഞാൽ നല്ലത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക, ലൈഫിലെ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ചാലഞ്ച് ഇതൊക്കെ ഇടാനായിട്ടാണ് പൊതുവേ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറ്. ഭയങ്കര നെഗറ്റീവ് അല്ലെങ്കിൽ വിഷമമുള്ള കാര്യങ്ങൾ പൊതുവേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതോ ഷെയർ ചെയ്യുന്നതോ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ ഇത് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവർ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൂടി അറിഞ്ഞ അവർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി 14 അത് പെർമനൻ്റ്ലി ഡിസേബിൾഡ് ആയി പോയത്. പിന്നെ ഞാൻ ലൈഫിൽ പൊതുവേ എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം, തകർച്ച വരുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ, അങ്ങനത്തെ ഒരു സംഭവമല്ല. നേട്ടമായാലും തകർച്ചയായാലും ഇത് ബാലൻസ് ചെയ്ത് ഇങ്ങനെ പോകണം എന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ടാണ്. എന്നാലും മനസ്സിൽ നല്ല വിഷമമുണ്ട്. നമ്മൾ റിക്കവർ ആക്കാൻ വേണ്ടി വഴികൾ നോക്കുന്നുണ്ട്. അത് കിട്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ച അക്കൗണ്ടിന് എന്താ പറ്റിയത്, എന്താണ് യഥാർത്ഥ ഇഷ്യൂ എന്ന് എനിക്കും അറിയില്ല. കാര്യം ഞാൻ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ പോസ്റ്റുകളിലാണെങ്കിൽ ഒരു രീതിയിൽ പോലും മോശമുള്ള പോസ്റ്റുകളില്ല. പ്രമോഷൻസ് പോലും ഇൻസ്റ്റയിൽ ഞാൻ ചെയ്യാറേ ഇല്ല. മീൻസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻകം എന്ന് പറയുന്നത് തന്നെ 0 ആണ്. അത്രയും പ്യുവറായിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം കൊണ്ടു നടന്നത് പോലും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പോകാൻ ഉദ്ദേശിച്ച സാധനം നമ്മൾ എങ്ങനെ കൊണ്ടുനടന്നാലും പോവും. പിന്നെ എൻ്റെ മാത്രം അക്കൗണ്ട് അല്ല കേട്ടോ പോയി. ഇവിടെ ചേച്ചിയുടെ പോയായിരുന്നു, ചേട്ടൻ്റെ പോയായിരുന്നു. ചേട്ടൻ്റെ അപ്പം തന്നെ റിട്ടേൺ കിട്ടി, സെൽഫി വെരിഫിക്കേഷൻ എന്തോ കഴിഞ്ഞപ്പോൾ. ചേച്ചിയുടെയും എൻ്റെയാണ് ഇങ്ങനെ കിട്ടാത്ത ഒരു സിറ്റുവേഷനിലായിപ്പോയി. പിന്നെ പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാണ്. ഞാൻ യൂട്യൂബിൽ മാത്രമാണ് പ്രൊമോഷൻ ചെയ്യുന്നത്. അതും ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അത്രയും ഓക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. കാര്യം ഏജൻസി ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷത്തിലധികമായി. അവരോട് ചോദിച്ചറിയാൻ പറ്റും ഏതൊക്കെ പ്രൊഡക്റ്റ് ഞാൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, യൂസ് ചെയ്തിട്ട് പറ്റാത്ത കാര്യങ്ങൾ. പിന്നെ ഗെയിമിങ്, ബെറ്റിങ്, ട്രേഡിംഗ് ആപ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊന്നും ഞാൻ ഇതുവരെ പ്രൊമോട്ട് ചെയ്തില്ല. കാര്യം ഞാനത് യൂസ് ചെയ്യാത്ത ആളാണ്. പക്ഷെ ഞാൻ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ എല്ലാം തന്നെ ജെനുവിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ലയെന്ന് തോന്നിയിട്ടുള്ളത് മാത്രമേ യൂസ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് കിട്ടുന്ന അതേ റിസൾട്ട് മറ്റുള്ളവർക്ക് കിട്ടണമെന്നില്ലായിരുന്നു. നമ്മുടെ സ്കിൻ കണ്ടീഷനും കാര്യങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സീരീസിലാണെങ്കിലും പ്രൊമോഷൻസ് ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞു. നമുക്ക് ആകെ കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഈ പ്രൊമോഷൻസ് ആണ്. കാര്യം യൂട്യൂബിൽ നിന്ന് പോലും എനിക്ക് ഷോർട്സ് ഇടുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വരുമാനവും ഇല്ല. വ്ളോഗൊക്കെ ആണെങ്കിൽ മേ ബി നല്ല ഇൻകം ഉണ്ടായേക്കാം. എനിക്ക് അത്ര വരുമാനം ഒട്ടുമില്ലെന്നല്ല, പക്ഷേ വളരെ കുറവ് തന്നെയാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ പ്രൊമോഷനിൽ നിന്ന് കിട്ടുന്നത് വെച്ചാണ് നമ്മുടെ സീരീസ് വരെ മുന്നോട്ട് കൊണ്ടുപോകണത്. കാരണം ക്യാമറാമാൻ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം കൊടുക്കേണ്ടത് പൈസ തന്നെയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതും പണിയെടുക്കുന്നതൊക്കെ ഈ ഇൻകം കിട്ടുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇപ്പം എൻ്റെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പ്രൊമോഷൻസ് ഇനി കാണുമ്പോഴും നിങ്ങളത് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. കാര്യം അതുണ്ടെങ്കിലേ നമുക്ക് ബാക്കി കാര്യങ്ങളും എൻ്റെ ഇൻകവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ അക്കൗണ്ടിൻ്റെ കാര്യം നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടും. അപ്പോൾ എന്നെ സ്നേഹിക്കണവർ പ്രാർത്ഥിക്കുക, നിങ്ങളുടെയും കൂടി പ്രാർത്ഥന ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ പ്രൊമോഷൻ്റെ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.